ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺസേൺസ്. മറ്റേത് കൺസേൺസ് പോലെ തന്നെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ കൺസേൺ എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഇഷ്യൂസ് തന്നെയാണ്. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേസ് ആവട്ടെ, നമ്മൾ യൂസർ സൈഡിലാവട്ടെ, നമ്മളിപ്പോൾ ഒരു സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു കൺസേൺ എന്താണ്? അത് സെക്യൂരിറ്റി പ്രോബ്ലംസ് തന്നെയാണ്. അതേപോലെ തന്നെ ഇവിടെയും അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. ഇൻഫോർമലി സ്പീക്കിംഗ്, സെക്യൂരിറ്റി കീപ്പിംഗ് അൺഓതറൈസ്ഡ് എൻറ്റിറ്റീസ് ഫ്രം ഡൂയിങ് തിങ്സ് യു ഡോണ്ട് വാണ്ട് ടു ഡു ദം. അതായത് നമ്മളിപ്പോൾ സിസ്റ്റത്തിനകത്ത് ചെയ്യണം എന്ന് നമ്മൾ കരുതാത്ത കുറേ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ സിസ്റ്റം ഒരിക്കലും ഹാങ് ആവണമെന്നോ അത് ഡാമേജ് ആവണമെന്നോ അതിനകത്തുള്ള ഡാറ്റ ലോസ് ആവണമെന്നോ ആസ് എ യൂസർ നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷേ ഈ ഹാക്കിംഗ് അല്ലെങ്കിൽ അറ്റാക്കിംഗ് അല്ലെങ്കിൽ ഇത്തരം അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസൊക്കെ വരുന്ന മൂലം എന്താണ്ടാവുന്നത്, നമ്മൾ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് തിങ്സ് സിസ്റ്റത്തിനകത്ത് നടക്കും. സോ അവിടെയാണ് ഈ സെക്യൂരിറ്റീൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരുപാട് പ്രൊട്ടക്ഷൻ മെക്കാനിസംസ് ഇത്തരം അൺഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫയൽ സിസ്റ്റം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് മെക്കാനിസംസ് ചെയ്യുന്നുണ്ട്, ഓതൻറ്റിക്കേഷൻ മെക്കാനിസംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ഫയൽ നമുക്ക് പെർമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂസർ ഐഡൻറ്റിറ്റി ബേസിലാണ് അത് അവർ പെർമിറ്റ് ചെയ്യുക. സോ ആ യൂസർ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് സം ഓതൻറ്റിക്കേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ പാസ്വേഡോ അല്ലെങ്കിൽ എന്തെങ്കിലും പിൻ സെറ്റിങ്സ് ഒക്കെ വെച്ചിട്ടാണ് അവർ നമ്മുടെ യൂസർ ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഫയൽ പെർമിഷൻസോ കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരുപാട് സെക്യൂരിറ്റി മെക്കാനിസംസ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹാക്കേഴ്സൊക്കെ എങ്കിൽ കൂടെ അത് ബ്ലോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രാക്ക് ചെയ്തിട്ട് അവർ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. Hence, authentication of users has to be highly secure such that any other unauthorized user doesn't hack in along with proper mechanism to let in genuine users. നമ്മളിങ്ങനെ ഒരുപാട് ഹൈ സെക്യൂർഡ് ആയിട്ടുള്ള ഓതൻറ്റിക്കേഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും എന്താവണം, നമ്മൾ ജെനുവിനായിട്ടുള്ള യൂസേഴ്സിന് അവർക്ക് വേണ്ട എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള ചാൻസസുകളൊക്കെ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസറിന് എന്ത് ചെയ്യണം, ഹാക്ക് ചെയ്ത് വരുന്ന ആളെ നമ്മൾ ബ്ലോക്ക് ചെയ്യുക വേണം. അതായത് ഒരേ സമയം തന്നെ ജെനുവിനായിട്ടുള്ള യൂസറും ആവാം ഹാക്കറും ആവാൻ വരുന്നത്. ആരാണ് വരുന്നത് നമുക്ക് സിസ്റ്റത്തിന് അറിയത്തില്ല, സിസ്റ്റത്തിന് അങ്ങനെയുള്ള ലോജിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, സിസ്റ്റം ഓതൻറ്റിക്കേഷൻ മെക്കാനിസം യൂസ് ചെയ്തിട്ട് ഇതൊരു ജെനുവിനായിട്ടുള്ള യൂസറാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ ഏതാണെന്ന് അവർക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ചാൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. വേരിയസ് ഓതൻറ്റിക്കേഷൻ മെക്കാനിസംസ് ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓൾഡ് ഫാഷൻ പാസ്വേഡ് ഓതൻറ്റിക്കേഷൻ എന്തായിരുന്നു, ഇത്രയും കാലം നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പണ്ടേ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ് പ്ലെയിൻ ടെക്സ്റ്റ് ഈസ് പാസ്വേഡ്. അതായത് ജസ്റ്റ് എന്തൊരു പാസ്വേഡ് നമ്മൾ കൊടുത്തത് അവർ സ്റ്റോർ ചെയ്യും. അത് ഒരു എന്താ പറയുക, ട്രഡീഷണലി യൂസ് ചെയ്ത് വന്നിരുന്ന ഒരു ഓതൻറ്റിക്കേഷൻ മെക്കാനിസം ആയിരുന്നു. പക്ഷേ പലപ്പോഴും അത് ഈസിലി ഹാക്കബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണത്. സോ അതിനൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് വന്നിട്ടുണ്ട്. ഹാഷ്ഡ് പാസ്വേഡ്സ് ഒക്കെ അതിനുള്ള ഒരു എക്സാമ്പിൾസാണ്. അപ്പോൾ അത്തരം ഒരുപാട് ഓതൻറ്റിക്കേഷൻ മെക്കാനിസംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളുടെ സിസ്റ്റത്തെ എങ്ങനെ ഹൈലി സെക്യൂർ ആക്കാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. വെൻ ടോക്കിംഗ് അബൌട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി, ഓതൻറ്റിക്കേഷൻ അറ്റാക്ക് വിൽ മേക്ക് ബോട്ടം പ്രയോറിറ്റി ലിസ്റ്റ്. നമ്മളിപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ആയിട്ട് പറഞ്ഞത് പാസ്വേഡിൻ്റെ കേസാണെങ്കിൽ പോലും അത്തരം ഓതൻറ്റിക്കേഷൻ അറ്റാക്കുകൾ ഒരു പരിധി കഴിഞ്ഞാൽ പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും താഴെയാണ്. കാരണം അതിനേക്കാൾ ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. The major problem are attacks like Trojan horse, login spoofing, buggy software. Trojan horse are basically programs that are disguised programs meant to harm the system and its resources. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു ഓതൻറ്റിക്കേഷൻ പ്രോബ്ലത്തെ വെല്ലുന്ന അത്രയും ഹൊറിബിളായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് വേറെയുണ്ട്. ട്രോജൻ ഹൗസ്, ലോഗിൻ സ്പൂഫിങ്, ബഗ്ഗി സോഫ്റ്റ്വെയർ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് വേറെയുണ്ട്. അതൊക്കെ ഒരുപാട് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ട ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ഇഷ്യൂസാണ്. സോ ഇതിനകത്തിൽ ഈ ട്രോജൻ ഹൗസൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ആയാലും ശരി അതിൻ്റെ റിസോഴ്സസിനൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് വൈറസ് അറ്റാക്കുകളാണ് അതൊക്കെ. Someone may be tricked into running a program that may adversely affect the user system or data. മെയിനായിട്ട് ഇങ്ങനെയുള്ള ഓരോ ഇഷ്യൂസ് നമ്മുടെ സിസ്റ്റത്തിൽ വരുമ്പോൾ മെയിനായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റയൊക്കെ ആയിരിക്കും. എങ്കിലും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ലിനക്സ് ആയാലും ശരി യുണിക്സ് ആയാലും ശരി അത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമൊക്കെ പൊതുവേ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് പലപ്പോഴും നമ്മളുടെ ഒരു വിശ്വാസമുണ്ട്. പക്ഷേ എങ്കിൽ കൂടെ പല വൈറസ് അറ്റാക്കുകൾക്ക് അതും കൂടെ ഓവർകം ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് വൈറസുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വൈറസ് പ്രോഗ്രാം ഉണ്ട്, സി പ്രോഗ്രാമിൽ എഴുതിയൊരു വൈറസ് പ്രോഗ്രാമാണ്. അതിനകത്ത് എന്താ വെച്ചാൽ നമ്മൾ സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് ഇൻഫിനിറ്റ് ലൂപ്പാക്കി സെറ്റ് ചെയ്ത് വെച്ചൊരു വൈറസാണ് നമ്മളുടെ സിസ്റ്റത്തിലേക്ക്
അതിന് ലിനക്സ് ആവട്ടെ യുണിക്സ് ആവട്ടെ അതിനകത്ത് കയറുകയെങ്കിൽ ഒരിക്കലും നമുക്കത് സേഫാണെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ഇൻഫിനിറ്റ് ലൂപ്പിൽ എത്തുന്നതോടുകൂടി പിന്നെ അതിൻ്റെ അടുത്ത് നിന്ന് എക്സിറ്റ് അടിക്കാൻ കഴിയാതെ വരികയും നമ്മുടെ സിസ്റ്റത്തെ ഭയങ്കര ഹാംഫുള്ളായിട്ട് അത് മാറുകയും ചെയ്യും. സോ ഒരിക്കലും നമുക്ക് ഇപ്പോഴും നമ്മുടെ ലിനക്സ് യുണിക്സ് അല്ലെങ്കിൽ വിൻഡോസൊന്നും അങ്ങനെ ഒരു അത്രയും പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺസേൺ ആയിട്ട് സെക്യൂരിറ്റി ഇഷ്യൂസ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം മേ യൂസ് ദ ഫോളോയിങ് മെക്കാനിസം ടു അവോയ്ഡ് അറ്റാക്ക് ഓഫ് ദിസ്. ഇത്തരം ടൈപ്പ് അറ്റാക്കുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഒരു പരിധിവരെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ജസ്റ്റ് നോക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്യാൻ പ്രൊവൈഡ് സാൻഡ് ബോക്സസ്. സാൻഡ് ബോക്സസ് ആർ എൻവിറോൺമെൻറ്റ്സ് വേർ എ പ്രോഗ്രാം ക്യാൻ എക്സിക്യൂട്ട് ബട്ട് ഷുഡ് നോട്ട് അഫക്ട് ദ റെസ്റ്റ് ഓഫ് ദി മെഷീൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് സാൻഡ് ബോക്സസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതൊരു ഫ്യൂച്ചറിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഓരോ ഐഡിയാസാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലല്ല, പക്ഷേ ഇനിയും അങ്ങനത്തെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് കൊണ്ടുവരാം. സാൻഡ് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് തരും നമ്മുടെ സിസ്റ്റം. പക്ഷേ അതിൽ കൂടുതൽ അവർ ആ മെഷീനെയോ അല്ലെങ്കിൽ അതിനകത്തുള്ള ഇൻസ്ട്രക്ഷൻസിനെയോ ഒന്നും വേറൊരാൾക്ക് ഒരു തേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഈ ആരാണോ അത് യൂസ് ചെയ്യുന്ന അയാൾക്ക് ചാൻസ് കൊടുക്കുന്നില്ല. അതായത് പെർമിഷൻ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് കൊടുക്കും. അതായത് ജസ്റ്റ് റീഡിംഗ് ആണ് വേണ്ടി അതിനുള്ള ഓപ്ഷൻ മാത്രം കൊടുക്കും. ജസ്റ്റ് റൈറ്റിംഗ് ആണെങ്കിൽ ഇത്ര ടൈമിനുള്ളിൽ ഇത്ര ചെയ്യാന്നുള്ള അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുക്കും. അല്ലാതെ ഒരു പരിധി കൂടുതൽ പെർമിഷൻ കൊടുക്കാതിരിക്കുന്നതാണ് സാൻഡ് ബോക്സസ് എൻവിറോൺമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ദ ട്രിക്ക് ഹിയർ പെർമിറ്റിംഗ് ലിമിറ്റഡ് ഇൻറ്ററാക്ഷൻ വിത്ത് ഔട്ട്സൈഡ് വൈൽ സ്റ്റിൽ പ്രൊവൈഡിങ് ദ ഫുൾ ഫങ്ഷണാലിറ്റി ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എല്ലാ ഫങ്ഷണാലിറ്റിയും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഔട്ട്സൈഡ് ആയിട്ടുള്ള ഇൻറ്ററാക്ഷൻ വളരെയധികം ലിമിറ്റ് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ ഫയൽ സിസ്റ്റം കൊടുക്കുകയാണെങ്കിൽ അൺഓതറൈസ്ഡ് ആക്സസ് ആണ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് മിനിമം ആക്സസ് എന്ത് ചെയ്യും? ഫയൽ സിസ്റ്റത്തിന് കൊടുക്കുക. അങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് ഈ സെക്യൂരിറ്റി ഇഷ്യൂസ് ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇത്തരം സെക്യൂരിറ്റി ഇഷ്യൂസ് ഓവർകം ചെയ്യാനുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എ യൂസ്ഫുൾ സെക്യൂർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഷുഡ് മേക്ക് ഇറ്റ് ഈസിയർ ടു റൈറ്റ് സെക്യൂർ ആപ്ലിക്കേഷൻ. നമുക്കെന്ത് വേണം? ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇനി ഫ്യൂച്ചറിൽ കൊണ്ടുവരണം. ഒരുപാട് സെക്യൂർ ആപ്ലിക്കേഷൻസ് ഒക്കെ റൈറ്റ് ചെയ്യാൻ പറ്റിയ ഈസിലി റൈറ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഓഫ്. അപ്പോൾ അതായത് നമ്മൾ ആപ്ലിക്കേഷൻസ് കൊണ്ടുവരുമ്പോൾ തന്നെ അത് സെക്യൂർഡ് ആയിട്ടുള്ള രീതി കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത്രയും സെക്യൂർഡ് ആക്കി മാറ്റണം. അതൊക്കെ നമുക്ക് ഫ്യൂച്ചർ പ്ലാൻ ആയിട്ട് പറയാവുന്നതാണ്. ദർ ഇസ് എ നീഡ് ഫോർ മോർ ഫ്ലെക്സിബിൾ പെർമിഷൻ മോഡൽ. ദ മോഡൽ പ്രസൻറ്റ് ടുഡേ ആർ ഐദർ ടു സിമ്പിൾ ഓർ ടു റെസ്ട്രിക്റ്റീവ്. സോ നെക്സ്റ്റ് ഉള്ളത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പെർമിഷൻ മോഡൽസും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് കൊണ്ടുവരണം. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽസിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ ഒന്നുകിൽ ഒരുപാട് സിമ്പിളായി പോകും, അല്ലെങ്കിൽ അത്രയും റെസ്ട്രിക്റ്റഡ് ആയി പോകും. അങ്ങനെ അല്ലാതെ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു പെർമിഷൻ മോഡൽസും കൂടെ ഫ്യൂച്ചറിൽ നമ്മൾ കൊണ്ടുവരണം. ദി ഇഷ്യൂ ഹിയർ ഈസ് ദാറ്റ് നോ കൊമേഴ്ഷ്യൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് സെക്യൂർ ഇനഫ്. പിന്നെ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കൊമേഴ്ഷ്യൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നും വേണ്ടത്ര സെക്യൂർഡ് അല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ദർ വിൽ ഓൾവേസ് ബി എ ബഗ്ഗി കോഡ്, ബട്ട് ദ ട്രിക്ക് ഈസ് ടു ബിൽഡ് ആൻ ആപ്ലിക്കേഷൻ ആൻഡ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് വിൽ മോസ്റ്റ്ലി റെസ്ട്രിക്ട് അറ്റാക്ക് ആൻഡ് വിൽ പ്രൊട്ടക്ട് ദ ഇമ്പോർട്ടൻറ്റ് അസറ്റ്സ് ഓഫ് ദ സിസ്റ്റം. ഇനിയിപ്പോൾ ബഗ്ഗി കോഡൊക്കെ എപ്പോഴും എല്ലായിടത്തും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ഇത്തരം ബഗ്ഗി കോഡ് അല്ലെങ്കിൽ ഇത്തരം കുറച്ചുകൂടെ നമ്മളെ എന്താ പറയുക, നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന പല രീതിയിലുള്ള കോഡുകളും ഒക്കെ അവർ യൂസ് ചെയ്യും, ഇപ്പോൾ അറ്റാക്കേഴ്സ്. സോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മളുടെ ആപ്ലിക്കേഷനായാലും ശരി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയാലൊക്കെ ശരി റെസ്ട്രിക്റ്റ് ചെയ്ത രീതിയിൽ പെർമിറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ. എന്നാൽ മാത്രമേ നമ്മളുടെ സിസ്റ്റം ആസറ്റ്സിനെയൊക്കെ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് കഴിയുള്ളൂ. സോ ഇനി ഫ്യൂച്ചറിൽ കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ ഇത്തരം ഇപ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ ഓവർകം ചെയ്യാനുള്ള കുറച്ച് ചാലഞ്ചസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് എന്താ പറയുക? സെക്യൂരിറ്റി ഈസ് നോട്ട് ഓൺലി ആൻ ഇഷ്യൂ വിത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ഡെസ്ക്ടോപ്പ് ആൻഡ് ലാപ്ടോപ്പ്. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളത് നമ്മളിപ്പോൾ ഡെസ്ക്ടോപ്പിൻ്റെ ലാപ്ടോപ്പിൻ്റെ ഒക്കെ കേസ് പറഞ്ഞു. അതിനകത്തൊക്കെ ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. The operating system of tablets and cell phones also have the same security issues, but these issues in phone are most critical because of an attacker get into operating system of phone. It gets the personal data, contacts, messages of the victims, etc. അതായത് നമ്മളിപ്പോൾ എന്താണ് ടാബ്ലറ്റ് പറഞ്ഞു, ലാപ്ടോപ്പ് പറഞ്ഞു, ഡെസ്ക്ടോപ്പൊക്കെ പറഞ്ഞു. സോ അതിനകത്തൊക്കെ ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും അതിനേക്കാളൊക്കെ പ്രശ്നം വരുന്നത് നമ്മുടെ ടാബ്ലറ്റോ സെൽഫോണിലൊക്കെ സെക്യൂരിറ്റി ഇഷ്യൂസ് എടുത്ത് നോക്കുമ്പോഴാണ്. കാരണം കൂടുതൽ ഡാറ്റാസ്, പേഴ്സണൽ ഡാറ്റാസ്, കോൺടാക്റ്റ് ആയിക്കോട്ടെ, മെസ്സേജുകളായിക്കോട്ടെ, അതൊക്കെ കിടക്കുന്നത് എവിടെയാണ്? ഫോണിലാണ്. ഇപ്പോൾ ലാപ്ടോപ്പിലും ഇതിലൊന്നും ഒരു പരിധി കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ ഫോണിനേക്ക് ആയിരിക്കും. അതിനകത്തും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് തന്നെയാണല്ലോ യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഇതിനകത്തൊക്കെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലാപ്ടോപ്പിലൊക്കെ ഷെയർ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് അധികമാണ് നമ്മൾ ഫോണിലും അതേപോലെ ടാബ്ലറ്റിലൊക്കെ നമ്മൾ ഡാറ്റ ഷെയർ ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ എമൗണ്ട് ഓഫ് ഡാറ്റ ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ കമ്പയറിങ് ടു കമ്പ്യൂട്ടേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കൂടുതലായതുകൊണ്ടും സെക്യൂരിറ്റി ഇഷ്യൂസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണുകളെ തന്നെയാണ്. സോ അതൊക്കെ ഓവർകം ചെയ്യാനുള്ള ഈ മെക്കാനിസംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് തന്നെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. സോ അത് നമ്മളല്ല, അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് മെക്കാനിസംസ് കൊണ്ടുവന്നിട്ട് വേണം അതൊക്കെ ഓവർകം ചെയ്ത് പോകാൻ. ഇപ്പോഴൊക്കെ ഒരുപാട് മെക്കാനിസംസ് യൂസ് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം. ബട്ട് ലിമിറ്റഡ് ആണ്. കാരണം അതിനൊക്കെ ഓവർകം ചെയ്യുന്ന പുതിയ പുതിയ ബഗ്ഗി കോഡുകൾ തന്നെ വരുന്നത് കൊണ്ട് അതൊക്കെ ഓവർകം ചെയ്ത് പോകാനുള്ള പ്രശ്നമുണ്ട്. നെക്സ്റ്റ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺസേൺ നമുക്ക് പറയാനുള്ളത് മെമ്മറി മാനേജ്മെൻ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരുപാട് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ നമ്മളുടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെമ്മറി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ നമ്മളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സക്സസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മളുടെ സിസ്റ്റം മെമ്മറി നമ്മൾ മാനേജ് ചെയ്യുന്നു, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് ആ സിസ്റ്റം മെമ്മറി മാനേജ് ചെയ്യുന്നു, അതിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. സോ ഒരുപാട് മെക്കാനിസംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ സ്വാപ്പിംഗ്, പേജിങ്, ഫ്രാഗ്മെൻറ്റേഷൻ, ഓവർലേസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ടൈപ്സ് ഓഫ് മെക്കാനിസംസ് നമ്മൾ എന്തുകൊണ്ടുവന്നിട്ടുണ്ട്, നമ്മൾ മെമ്മറി മാനേജ്മെൻറ്റിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വായിക്കണം. ടുഡേ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാസ് ടു എക്സിക്യൂട്ട് ടാസ്ക് ഓൺ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ബട്ട് ഇൻ ദ ഏർലി ഡേയ്സ് ദ ക്യാച്ച് വാസ് ദ ഓപ്പറേറ്റ് ഓൺ ദ ഡാറ്റ ഇറ്റ് ഹാഡ് to be present in the primary memory and memory cannot be much as secondary memory. So the researchers, developers find new methods. അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് ഡാറ്റ ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ജസ്റ്റ് ഒരു മെയിൻ മെമ്മറി അതേപോലെ സെക്കൻഡറി മെമ്മറി അത്രയൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ നമ്മുടെ സിസ്റ്റത്തെ മാനേജ് ചെയ്യാനുള്ളതുകൊണ്ട് ജസ്റ്റ് ഒരു പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും ടെക്നിക്സ് മാത്രം യൂസ് ചെയ്താൽ പോരാ, പകരം ഒരുപാട് ടെക്നിക്സ്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പേജിങ് ആണ് പറയുന്നത്. നോട്ട് ഓൺലി പേജിങ്, ഒരുപാട് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാണ്ട്. സ്വാപ്പിംഗ് ഉണ്ട്, ഓവർലേസ് ഉണ്ട്, പിന്നെ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടെക്നിക്സ് നിങ്ങൾ ഡിഗ്രിക്കും പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ പി ജിക്കൊക്കെ നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്. സോ ഇവിടെ ജസ്റ്റ് ഒരു പേജിങ് എക്സാമ്പിളായി പറഞ്ഞാണ്. എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാവുന്നതാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം paging is one of the memory management scheme by which system can store and retrieve data from the secondary storage for use in the main memory. പേജിങ് ആണ് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതുമ്പോൾ സ്വാപ്പിംഗ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാം, ഓവർലേസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്താം. ഇപ്പോൾ ഈ പേജിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു ഫിക്സ്ഡ് സൈസിലുള്ള ഡാറ്റ ആയിട്ടാണ് നമ്മളിങ്ങനെ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് പ്രൈമറി മെമ്മറിയിലേക്ക് ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ ഡാറ്റ കൊണ്ടുവരുന്നത്. സോ നമ്മുടെ മെയിൻ മെമ്മറിയിൽ അത് ഓൾറെഡി ചിലപ്പോൾ പേജസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡയറക്റ്റായിട്ട് അതിനകത്തുനിന്ന് CPU എപ്പോഴാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ ആക്സസ് ചെയ്യാം. പക്ഷേ ചില സമയത്ത് നമ്മൾ കറൻ്റ്ലി അതിനകത്തേക്ക് റാമിലേക്ക് ചിലപ്പോൾ ആ പേജ് എന്താണ് നമ്മളുടെ CPU ആവശ്യപ്പെടുന്ന പേജ് നമുക്ക് അറിയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഭാവിയിൽ അത് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനെ കൊണ്ടുവരാം. സോ എന്ത് ചെയ്യാണ്, ആ സമയത്ത് കറൻ്റ്ലി റാമിൽ ആ പേജ് ഇല്ലെങ്കിൽ അവിടെ പേജ് ഫാൾട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പേജ് ഫാൾട്ട് കാണിച്ചാൽ സെക്കൻഡറി മെമ്മറി പോയിട്ട് അത് ആക്സസ് ചെയ്യാനുള്ള കുറച്ച് സ്റ്റെപ്സ് ഇവിടെ താഴെ പറയുന്നുണ്ട്. എന്താണ് ഫസ്റ്റ്, നമ്മൾ ഓക്സിലറി സ്റ്റോറേജ് പോയിട്ട് ലൊക്കേഷൻ ഡിറ്റർമിൻ ചെയ്യണം. പിന്നെ empty പേജ് എന്താ വെച്ചാൽ അതും അതിൻ്റെ ഡാറ്റയും നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യണം. പിന്നെ ലോഡ് ദ റിക്വസ്റ്റഡ് ഡാറ്റ ഇൻടു അവൈലബിൾ പേജ് ഫ്രെയിം. ആ ഡാറ്റനെ നമുക്ക് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മളുടെ പേജ് ഫ്രെയിമിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് പേജ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യും പുതിയ ഡാറ്റനെ വെച്ചിട്ട്. പിന്നെ റിട്ടേൺ കൺട്രോൾ ടു ദ പ്രോഗ്രാം, എന്നിട്ട് കൺട്രോൾ പ്രോഗ്രാമിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യും. എന്നിട്ട് നമ്മുടെ ഇൻസ്ട്രക്ഷൻ പേജ് ഫാൾട്ട് വെച്ചിട്ട് സോൾവ് ചെയ്യും. അത്രയും സ്റ്റെപ്പുകളാണ് ഒരു പേജിങ്ങിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ കൂടെ മെമ്മറി മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് കൊടുത്തതാണ്. ഇതേപോലെ നിങ്ങൾക്ക് സ്വാപ്പിംഗ് ഒക്കെ എക്സാമിന് എത്ര മാർക്കിനാന്ന് വെച്ചാൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ മെമ്മറി മാനേജ്മെൻറ്റ് ഇത്രയും ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് കൺസേൺസ് വരുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. കാരണം ഈ പേജ് ഫാൾട്ടൊക്കെ വരാതിരിക്കാൻ, അതായത് ഇപ്പോൾ പേജ് ഫാൾട്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്നൊരു കൺസേൺ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ ഒരു ഇഷ്യൂ വരികയാണ്, അതായത് നമ്മുടെ CPUവിൻ്റെ സ്മൂത്ത് എക്സിക്യൂഷനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് അവിടെ വരുന്നത്. അപ്പോൾ അതായത് ഇതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കൺസേൺ ആയിട്ട് മാറുകയാണ്. നമ്മൾ ഒരുപാട് മെക്കാനിസംസ് യൂസ് ചെയ്തിട്ടും വീണ്ടും വീണ്ടും കൺസേൺസ് വരികയാണ്. കാരണം അതിനൊക്കെ ഓവർകം ചെയ്യേണ്ടി വരികയാണ്. സോ ഇവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് പറയാൻ പോകുന്നത്. The operating system today use some approximation of LRU, least recently used algorithm, as the LRU itself has not been completely implemented on any present machine.
അതായത് നമ്മളിപ്പോൾ ഇത്തരം മെമ്മറി മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ മെമ്മറി ഫുള്ളാണെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്നൊക്കെ ഉള്ളതിന് ഒരുപാട് ടെക്നിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ വോയിസിൽ മുന്നേ ഒക്കെ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ ലീസ്റ്റ് റീസൺലി യൂസ്ഡ് എന്ന് പറയുന്നതിനകത്തുള്ള ഒരു അൽഗോരിതം മെക്കാനിസമാണ്. പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു പരിധി കൂടുതൽ ഇപ്പോഴും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതിൻ്റെ യൂസ് ഒന്നും മാക്സിമം എടുക്കാൻ പറ്റിയിട്ടില്ല. സോ അതൊരു കൺസേൺ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഫ്യൂച്ചറിൽ സോൾവ് ചെയ്യേണ്ടതുണ്ട്. To increase responsiveness, paging system must employ better strategies to predict which page will be needed soon. അതായത് നമ്മൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള റെസ്പോണ്ട് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയോ, നമ്മൾ ആദ്യം പ്രെഡിക്റ്റ് ചെയ്യാം. നമ്മുടെ പ്രോഗ്രാമിന് നെക്സ്റ്റ് ഇന്ന പേജാണ് വേണ്ടതെന്ന് ആദ്യം പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നെക്സ്റ്റ് മെയിൻ മെമ്മറിക്ക് പ്രിയംറ്റീവ്ലി അതൊക്കെ ലോഡ് ചെയ്ത് വെക്കാൻ കഴിയും. അങ്ങനെ ആകുമ്പോൾ പ്രോഗ്രാം അത് റെഫറൻസ് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും നമ്മുടെ മെമ്മറിയിലേക്ക് ആ ഡാറ്റ എത്തും, മെയിൻ മെമ്മറിയിലേക്ക്. സോ പേജ് ഫാൾട്ട് എന്നുള്ള ഒരു ടൈം ഡിലേ പ്രോസസ്സ് അവിടെ ഉണ്ടാകുന്നില്ല. ആവശ്യമുള്ള സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്താൽ മതി. Operating system will need better method for page sharing such that page sharing for regular data and not only for memory map data can be achieved. അതേപോലെ തന്നെ വേറൊരു കൺസെപ്റ്റുള്ള എന്താ വെച്ചാൽ പേജ് ഷെയറിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഡാറ്റ ഷെയറിങ് അല്ലെങ്കിൽ പേജ് ഷെയറിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതുവരെ മെമ്മറി മാപ്ഡ് ആയിട്ടുള്ള ഡാറ്റ മാത്രമേ അച്ചീവ് ചെയ്തിരുന്നുള്ളൂ. പകരം എന്ത് ചെയ്യണം, റെഗുലർ ഡാറ്റനെ കൂടെ പേജ് ഷെയറിങ്ങിൽ കൊണ്ടുവരാനുള്ള ടെക്നിക്സൊക്കെ നമ്മൾ കൊണ്ടുവരാം. അതായത് ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെ കൊണ്ടുവരണം, ഇത്തരം മെമ്മറി മാനേജ്മെൻറ്റ് കൺസേൺസ് ഒക്കെ ഒഴിവാക്കാൻ എന്നുള്ള കുറച്ച് ഐഡിയാസാണ് ഇവിടെ പറയുന്നത്. ഇഫ് സ്വാപ്പിംഗ് മെക്കാനിസം ഈസ് ടു ബി യൂസ്ഡ് ഫോർ മെമ്മറി മാനേജ്മെൻറ്റ് ദെൻ പ്രോപ്പർ മെഷേഴ്സ് നീഡ് ടു ബി ടേക്കൺ ടു അവോയ്ഡ് റിഡൻഡൻറ്റ് ഷെയറിംഗ് ഓഫ് ഡാറ്റ ആസ് മച്ച് ആസ് പോസിബിൾ. അതേപോലെ തന്നെ നമ്മൾ സ്വാപ്പിംഗ് മെക്കാനിസം കൊണ്ടുവരുമ്പോൾ വെറുതെ റിഡൻഡൻ്റ് ആയിട്ട് കുറേ ഷെയറിങ് ചെയ്യുന്നതിന് പകരം ആവശ്യമുള്ളതിനനുസരിച്ച് നീഡഡ് ആയിട്ടുള്ള ഡാറ്റ മാത്രം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്തരം മെമ്മറി മാനേജ്മെൻറ്റ് കൺസേൺസ് ഒരു പരിധിവരെ കുറക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് മെമ്മറി മാനേജ്മെൻറ്റ് കൺസേൺസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് മൾട്ടി പ്രോസസർ പ്രോഗ്രാമിൻ്റെ കേസാണ്. നോവഡേയ്സ് യൂസേജ് ഓഫ് മോർ ദാൻ വൺ പ്രോസസർ ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം ഹാസ് ബിക്കം കോമൺ ഒക്കറൻസ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. Operating system should have efficient mechanism to support more than one processor and the ability to schedule take between them. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഇത്തരം ഒരുപാട് മൾട്ടി പ്രോസസ്സേഴ്സ് ഒരു സിസ്റ്റത്തിനകത്ത് വന്നു കഴിഞ്ഞാലും അതിനെ മാനേജ് ചെയ്യാൻ മാത്രം എഫിഷ്യൻ്റ് ആയിരിക്കണം ഇന്നത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. അതുകൊണ്ട് തന്നെ ഈ മൾട്ടി പ്രോസസ്സിംഗ് സിസ്റ്റം പെർഫോം ചെയ്യുന്നതിലായിക്കോട്ടെ, അതിൻ്റെ ഒരു മെത്തേഡിലായിക്കോട്ടെ, അതൊക്കെ ഓരോ സിസ്റ്റത്തിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതായത് ചിലപ്പോൾ ചില സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ എല്ലാ മൾട്ടി പ്രോസസ്സേഴ്സും ഈക്വലി വർക്ക് ചെയ്യും. ചില സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ചില മൾട്ടി പ്രോസസ്സർ ചില പർപ്പസുകൾ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യും. അങ്ങനെയൊക്കെ പല രീതിയിൽ മൾട്ടി പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത്രയും എഫിഷ്യൻ്റ് ആയിരിക്കണം ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ റെഡി ആവണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം പെർഫെക്റ്റ് ആവണം, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിരിക്കാം. സോ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺസേണായി മാറിയതും. സോ മൾട്ടി പ്രോസസ്സിംഗ് സിസ്റ്റത്തിനകത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ പല രീതിയിലും ആവാം. ഒന്നെങ്കിൽ ഓൾ CPUs മേ ബി ഈക്വൽ ഓർ സം മേ ബി റിസർവ്ഡ് ഫോർ സ്പെഷ്യൽ പർപ്പസ്. നമ്മൾ പറഞ്ഞ പോലെ ഒന്നുകിൽ എല്ലാ CPU ഈക്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലതിന് വേണ്ടി റിസർവ്ഡ് ആയിരിക്കാം. ഈ കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് OS ഡിസൈൻ കൺസിഡറേഷൻ ഡിറ്റർമിൻ സിമെട്രി ഓർ ലാക്ക് ഓഫ് ഇൻ ഇറ്റ് ആൻഡ് ഗിവൺ സിസ്റ്റം. അതായത് എങ്ങനെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ വരുന്നത്, എങ്ങനെയാണ് OS വരുന്നത്, എങ്ങനെയാണ് സോഫ്റ്റ്വെയർ വരുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ മൾട്ടി പ്രോസസ്സൊക്കെ ചെയ്യുന്നത് എന്നതിനനുസരിച്ച് ഒരു പക്ഷേ ഇതൊരു സിമെട്രിക് ഫോം ആവാം, അല്ലെങ്കിൽ സിമെട്രിക് ഫോം അതിനകത്ത് ഉണ്ടാവാനും ചാൻസ് ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞു, അതിനകത്ത് കുറേ CPUs ഉണ്ട്. സോ ഒരു CPU ഹാർഡ്വെയർ ഇൻട്രപ്റ്റിന് വേണ്ടി റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ വെച്ചു. ബാക്കിയുള്ള CPUs ഒക്കെ എന്തിനു വേണ്ടിയിട്ട് ചെയ്തു, സിസ്റ്റത്തിൻ്റെ ബാക്കിയുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള പ്രോസസ്സുകൾ അല്ലെങ്കിൽ പ്രോഗ്രാംസൊക്കെ ഈക്വലി ആയിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ഒരു CPU ഇൻട്രപ്റ്റിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള എല്ലാ പ്രോസസ്സിനും വേണ്ടിയിട്ട് ഈക്വലി ഷെയർ ചെയ്ത് കൊടുത്തു. അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് കേർണൽ മോഡിന് വേണ്ടി മാത്രം, കേർണൽ മോഡ് കോഡ് എക്സിക്യൂഷന് വേണ്ടി മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രോസസ്സ് യൂസ് ചെയ്യാൻ പറ്റും. മറ്റേ പ്രോസസ്സ് യൂസർ മോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ കോമ്പിനേഷൻ ഓഫ് പ്രോസസ്സായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. Multi-processing systems are often easier to design in such restrictions are imposed, but they tend to be less efficient than system in which all CPU are utilized. അപ്പോൾ നമുക്ക് നമ്മളുടെ സിസ്റ്റംസിനകത്ത് മൾട്ടി പ്രോസസ്സിംഗ് സിസ്റ്റത്തിനകത്ത് ഇങ്ങനെ പല രീതിയിലും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് പല രീതിയിലും റെസ്ട്രിക്റ്റഡ് ആയിട്ടൊക്കെ ഇമ്പോസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിലും ഈക്വലായിട്ട് CPU യൂട്ടിലൈസ് ചെയ്യുമ്പോൾ മാത്രമല്ലേ അത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് മാറുള്ളൂ. സോ നമ്മളങ്ങനെ CPU ഈക്വലി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ അതിന് സിമെട്രിക് മൾട്ടി പ്രോസസ്സിംഗ് സിസ്റ്റം, അതായത് SMP എന്ന് പറയും. ഇൻ സിസ്റ്റം വേർ CPU നോട്ട് ഈക്വൽ അല്ലാത്ത കേസുകൾ വരികയാണെങ്കിൽ അതിന് അസിമെട്രിക് മൾട്ടി പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന് പറയും. അതേപോലെ വേറൊരു ടൈപ്പ് ഉണ്ട്, നോൺ യൂണിഫോം മെമ്മറി ആക്സസ് മൾട്ടി പ്രോസസ്സിംഗ് സിസ്റ്റം ആൻഡ് ക്ലസ്റ്റേർഡ് മൾട്ടി പ്രോസസ്സിംഗ്. അങ്ങനെ പല രീതിയിലുള്ള മൾട്ടി പ്രോസസ്സിംഗ് സിസ്റ്റംസ് ഇന്നിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്.
The following points highlight the area of research and development efficient multiprocessor programming by modern day operating system. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ മൾട്ടി പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു കൺസേൺ ആണ്. സോ എന്തൊക്കെയാണ് നമ്മളുടെ മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്ത് കൊണ്ടുവരിക്കുന്ന ഡെവലപ്മെൻറ്റ്സ്, ഇത്തരം കൺസേൺസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് ഫ്യൂച്ചറിൽ ഇനി നടക്കേണ്ട കാര്യങ്ങളാണ്. Although most of the operating system today use SMP architecture, yet with proper operating system support, SMP system can move tasks between processor more freely and thus balance the workload effectively. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ SMP സിമ്മട്രിക് മൾട്ടി പ്രോസസ്സിംഗ് സിസ്റ്റം കൂടുതൽ നമ്മൾ എന്താണ് പോപ്പുലറായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ കരുതിയ പോലെ തന്നെ എല്ലാവരും ഈക്വലായിട്ട് CPU ഷെയർ ചെയ്യുകയും വർക്ക് ലോഡ് ഈസി ആയിട്ട് ബാലൻസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഒന്നുകിൽ ഈ SMP മെക്കാനിസംസ് എല്ലാ പ്രോസസ്സേഴ്സിനും എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ നോക്കണം, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം SMPൻ്റെയും ASMP ആർക്കിടെക്ചറിൻ്റെയും കൂടെ ഒരു ഹൈബ്രിഡ് ആയിട്ട് കൊണ്ടുവരണം. അങ്ങനെ ആകുമ്പോൾ എന്താണ് SMP കൂടുതൽ യൂസ് ചെയ്യുകയും അതേപോലെ തന്നെ ASMP ചില ഫയൽ സിസ്റ്റംസൊക്കെ യൂസാക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവരും. അങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും എഫക്റ്റീവായിട്ട് എങ്ങനെ SMP ASMP ഒക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നമ്മൾ ഫ്യൂച്ചറിൽ നോക്കണം. പിന്നെ നുമ ആർക്കിടെക്ചർ കൊണ്ടുവരാൻ നോക്കണം. നുമ ആർക്കിടെക്ചർ കൊണ്ടുവന്ന എന്താണ് ഇൻ്റഗ്രേറ്റ് ദിസ് ആർക്കിടെക്ചർ ഇൻ ടു സിസ്റ്റം ഈസ് റീച്ച്ഡ് ഇഫ് ദിസ് ഹാപ്പൻ ഇറ്റ് കുഡ് ഗോ അലോങ് സ്പീഡിങ് അപ്പ് പ്രോസസ്സിംഗ് വിത്ത് മൾട്ടിപ്പിൾ പ്രോസസ്സ്. ഈ ന്യൂമ ആർക്കിടെക്ചർ എന്തായിരുന്നു? നോൺ യൂണിഫോം മെമ്മറി ആക്സസ് എന്ന മെക്കാനിസം കൊണ്ടുവന്നാൽ പ്രയോറിറ്റി ബേസിലൊക്കെ നമുക്ക് ആക്സസ്സുകൾ ചെയ്യുകയും അതിനെ കൂടുതൽ എങ്ങനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കൺസേൺസ് സോൾവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊക്കെ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മെത്തേഡുകളൊക്കെ ചെയ്തിട്ട് അതിനനുസരിച്ച് കൺസേൺസ് അത്രയും കുറക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ അപ്പോഴേക്കും ഏത് ലെവലിലാണ് ടെക്നോളജി മാറുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. സോ ഇത്രയൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺസേണിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഇനി ഒരുപാട് വൈഡായിട്ട് നമുക്കിതിങ്ങനെ ഡെപ്തിൽ പോകാവുന്ന ഒരു കൺസെപ്റ്റാണ്. പക്ഷേ ഇപ്പോൾ ഓൾറെഡി 20 മിനിറ്റ്സ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പേജിംഗ് ഒക്കെ പറഞ്ഞ പോലെ ഇനിയും നിങ്ങൾ പഠിച്ച കൺസെപ്റ്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. എത്ര മാർക്കിനാണ് എക്സാമിന് ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ട് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺസേൺസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.